ഹായ് കൊച്ചുകൂട്ടുകാരെ, ഞാൻ വീണ്ടും ഒരു കഥയുമായി നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടേ. ഇന്ന് നമുക്ക് ജീവനുള്ള കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയെ തിരിച്ചറിഞ്ഞ രാജാവിൻ്റെ കഥ കേൾക്കാം. ഒരിക്കൽ ഒരു വീട്ടിൽ 2 അമ്മമാർ താമസിച്ചിരുന്നു. ഈ 2 അമ്മമാർക്കും ഒരേ പ്രായത്തിലുള്ള 2 ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഈ അമ്മമാരും കുഞ്ഞുങ്ങളും താമസിച്ച് വരുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ 2 അമ്മമാരും ഉറങ്ങിപ്പോയി. ഉറക്കത്തിലായ ഒരമ്മ അറിയാതെ തൻ്റെ കുഞ്ഞിൻ്റെ മേൽ കയറി കിടന്നു. ജനിച്ച് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു കാണും? കൂട്ടുകാരെ, ആ കുഞ്ഞ് മരിച്ചുപോയി. കുറച്ച് കഴിഞ്ഞ് ആ അമ്മ ഉറക്കമുണർന്ന് നോക്കുമ്പോൾ കണ്ടത് തൻ്റെ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതാണ്. ആ അമ്മ എന്ത് ചെയ്തെന്നോ? മരിച്ച കുഞ്ഞിനെ എടുത്ത് ജീവനുള്ള കുഞ്ഞിൻ്റെ അടുത്ത് ചെന്നിട്ട് മരിച്ച കുഞ്ഞിനെ ആ അമ്മയുടെ അടുത്ത് കിടത്തി അതിനുശേഷം ആ ജീവനുള്ള കുഞ്ഞിനെ പതുക്കെ എടുത്തു കൊണ്ടുപോയി അവളുടെ അടുക്കൽ കിടത്തി. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ കിടന്നുറങ്ങി. ജീവനുള്ള കുഞ്ഞിൻ്റെ അമ്മ ഉറക്കമുണർന്ന് കുഞ്ഞിന് പാല് കൊടുക്കുവാൻ നോക്കിയപ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. അവൾ കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ അത് അവളുടെ കുഞ്ഞല്ല എന്ന് മനസ്സിലായി. എന്നിട്ട് ആ അമ്മ, അയ്യോ, ഇത് എൻ്റെ കുഞ്ഞല്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരികെ തരിക എന്ന് മറ്റേ അമ്മയോട് പറഞ്ഞ് കരഞ്ഞു. എന്നാൽ ആ അമ്മയുണ്ടല്ലോ, ജീവനുള്ള കുഞ്ഞിനെ തിരികെ കൊടുത്തില്ല. അങ്ങനെ അവർ തമ്മിൽ വഴക്കായി. ഒടുവിൽ കുഞ്ഞിനെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി അവർ രാജാവിൻ്റെ അടുക്കൽ പോയി. ആ രാജാവിൻ്റെ പേര് ശലോമോൻ എന്നായിരുന്നു. രാജാവ് ഉടനെ തൻ്റെ ഭൃത്യനെ വിളിച്ച് എന്നിട്ട് ഭൃത്യനോട് ഒരു വാൾ കൊണ്ടുവരുവാൻ പറഞ്ഞു. ഉടനെ ഭൃത്യൻ പോയി വാൾ കൊണ്ടുവന്ന് രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ രാജാവുണ്ടല്ലോ, ഈ വാൾ കൊണ്ട് ജീവനുള്ള കുഞ്ഞിനെ 2 പിളർന്ന് ഓരോ പകുതി വീതം അമ്മമാർക്ക് കൊടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ ആ കുഞ്ഞിനെ പിളർക്കുവാൻ തുടങ്ങിയപ്പോൾ ജീവനുള്ള കുഞ്ഞിൻ്റെ സ്വന്തം അമ്മയുണ്ടല്ലോ, നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ, കുഞ്ഞിനെ പിളർന്ന് കൊല്ലരുതേ, ആ കുഞ്ഞിനെ ജീവനോടെ ആ അമ്മയ്ക്ക് തന്നെ കൊടുക്കുവാൻ പറഞ്ഞു. എന്നാൽ മരിച്ച കുഞ്ഞിൻ്റെ അമ്മയുണ്ടല്ലോ രാജാവിനോട്, രാജാവേ, എനിക്കും വേണ്ട അവൾക്കും വേണ്ട, 2 പിളർന്നാൽ മതിയെന്ന് പറഞ്ഞ് ബഹളം വെച്ചു. ഇത് കേട്ട ഉടനെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ രാജാവിന് യഥാർത്ഥ അമ്മ ആരാണെന്ന് മനസ്സിലാക്കുകയും ആ കുഞ്ഞിനെ സ്വന്തം അമ്മയ്ക്ക് തന്നെ രാജാവ് തിരികെ നൽകുകയും ചെയ്തു. അങ്ങനെ സന്തോഷത്തോടെ അമ്മ കുഞ്ഞുമായി ഭവനത്തിൽ മടങ്ങിപ്പോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ?